ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക് 70 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിലും വോട്ടുറപ്പിച്ച നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളിൽ പ്രധാനമന്ത്രി മറുപടി പറയുമോ? രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഉടൻ. വഖഫ് കുംഭമേള വിഷയങ്ങൾ ഉയർത്തി ഇന്നും പ്രതിഷേധിച്ച് പ്രതിപക്ഷം. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള ആദ്യ വിമാനം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു. സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് 205 പേരെ. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമുള്ള അധിക നികുതി താൽക്കാലികമായി മരവിപ്പിച്ച് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കൂട്ടി ചൈനയുടെ തിരിച്ചടി. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാനുള്ള നീക്കം നിഷേധിക്കാതെ ധനമന്ത്രി. ടോൾ പിരിവ് ഇടത് നയത്തിന് വിരുദ്ധമല്ലെന്ന് KN ബാലഗോപാൽ ന്യൂസ് 18നോട്. LDF-ൽ ചർച്ച ചെയ്തെന്ന് TP രാമകൃഷ്ണൻ. സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ. പവന് 62,000 കടന്നു. ഇന്ന് കൂടിയത് 840 രൂപ. സ്വർണ്ണവില കൂട്ടുന്നത് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ. കോടിയേരിയെയും പിണറായിയെയും പരിഹസിച്ച് ശോഭാ സുരേന്ദ്രൻ. സനാതന ധർമ്മത്തെ എതിർത്തതുകൊണ്ടാണ് കോടിയേരിക്ക് അർബുദം വന്നതെന്ന് ശോഭ. സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തം. കോഴിക്കോട് മുക്കത്ത് യുവതി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്ന ഞെട്ടിക്കുന്ന ദൃശ്യം ന്യൂസ് 18. ഹോട്ടൽ ഉടമയും ജീവനക്കാരും പീഡിപ്പിക്കാൻ ശ്രമിച്ചത് യുവതി വീഡിയോ ഗെയിം കളിക്കുന്നതിനിടെ. മൊബൈൽ ഫോണിൽ റെക്കോർഡായ വീഡിയോ ഡിജിറ്റൽ തെളിവാകുന്നു. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയുടെ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി. കൊലപാതകം നടത്തിയ രീതിയും ആയുധം ഒളിപ്പിച്ചതും ഫോൺ ഉപേക്ഷിച്ച ഇടവും പ്രതി പോലീസിനോട് വിശദീകരിച്ചു. ഡൽഹിയിൽ നാളെ വിധിയെഴുത്ത്. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 70 മണ്ഡലങ്ങളിലായി 1,56,00,000 വോട്ടർമാരാണ് വിധിയെഴുതുക. വാശിയേറിയ പോരാട്ടം നടക്കുന്ന രാജ്യ തലസ്ഥാനത്ത് സർവ്വസന്നാഹങ്ങളും ഒരുക്കിയാണ് ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും കളം നിറഞ്ഞത്. 55 മുതൽ 60 വരെ സീറ്റുകൾ നേടി ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഡൽഹിയിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കാൽക്കാജി. മുഖ്യമന്ത്രി അതിഷിയെ നേരിടാൻ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്കാലാംബയും BJP മുൻ MP രമേശ് ബിദുഡിയും എത്തിയതോടെ മത്സരത്തിന് വീറും വാശിയുമായി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉറപ്പാണെന്നും കാൽക്കാജിയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും അതിഷി ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പോരും മുറുകുന്നതിന് മുൻപേ വാർത്തകളിൽ ഇടം നേടിയ മണ്ഡലം. അത് മുഖ്യമന്ത്രി അതിഷി മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് മാത്രമല്ല, അതിഷിക്കെതിരെ BJP സ്ഥാനാർത്ഥി രമേശ് ബിദൂടി നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ കൂടിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്കാലാംബ കൂടി എത്തിയതോടെ തീപ്പൊരി പോരാട്ടമാണ് കാൽക്കാജിയിൽ. കേജ്രിവാൾ ഒറ്റയ്ക്ക് അധികാരം പിടിച്ച 2015-ലാണ് മണ്ഡലം ആദ്യമായി ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിന്നത്. ആം ആദ്മി സർക്കാരിന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന അതിഷിയുടെ നിയമസഭയിലേക്കുള്ള കന്നിയംഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു. 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം അതിഷിയെ തുണച്ചു. അതിഷി പിന്നീട് മന്ത്രിയും മുഖ്യമന്ത്രിയുമായി. അതിഷിക്ക് കൽക്കാജിയിൽ 2ാം അംഗമാണ്. ഇത്തവണ പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ പരിശ്രമം.
ഇത്തവണയും കാൽക്കാജി തുണയ്ക്കുമെന്നും ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുമെന്നും അതിഷി ന്യൂസ് 18നോട്. ഡൽഹി രാഷ്ട്രീയത്തിൽ ഏറെ നാളായെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്കാലാംബയ്ക്ക് കാൽക്കാജി പുതിയ തട്ടകമാണ്. 2003 മോത്തി നഗറിൽ നിന്ന് മത്സരിച്ച അൽക്ക 2015 MLA ആയത് ചാന്ദിനി ചൌക്കിൽ നിന്ന് ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ. കോൺഗ്രസിൽ മടങ്ങിയെത്തി മഹിളാ കോൺഗ്രസിനെ നയിക്കുന്ന അൽക്കയെ ഇത്തവണ പാർട്ടി നിയോഗിച്ചത് PCC അധ്യക്ഷനായിരുന്ന സുഭാഷ് ചോപ്ര പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം പിടിക്കാൻ. ഡൽഹിയിൽ ആദ്യം ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി താനാകുമെന്ന ആത്മവിശ്വാസമാണ് അൽക്കാലാംബ പങ്കുവയ്ക്കുന്നത്. I'm 100% confident about the victory of Congress in Delhi, and Alka is going to become Kalkaji's MLA. I'm 100% confident because I'm fighting this election on the basis of the issues which really concern, with the people. Like they are not getting clean water, drinking water, which is the basic need of the people of Kalkaji and Delhi. They are not getting a clean air to breathe. കാൽക്കാജി ഉൾപ്പെട്ട സൗത്ത് ഡൽഹി MP ആയിരുന്നു രമേഷ് ബിദൂടി. മണ്ഡലത്തിൽ പരിചിത മുഖം. അതുകൂടി കണക്കുകൂട്ടിയാണ് बिदुड़िए बीजेपी कलकाजील स्थानार्थियाकियद। आम आदमी पार्टी का कोई कैरेक्टर नहीं है, प्रिंसिपल नहीं है। जो केजरीवाल सबको भ्रष्टाचारी बताता था, शराब बांटने की बात करता था लोगों सब पार्टियों के लिए, आज उसके अपने लोग यूपी भवन के सामने यूपी सरकार की गाड़ी लेके आ रही है, तो दिल्ली के लोग इसका जवाब देंगे केजरीवाल जी को कि केजरीवाल तुम क्या थे और क्या निकले। 2.5 करोड़ लोगों को धोखा दिया। You have cheated 220 crore people in Delhi. പോരാട്ടം കടുത്തതോടെ അതിഷിക്കായി അരവിന്ദ് കെജ്രിവാൾ തന്നെ അവസാന ദിവസം പ്രചാരണത്തിനിറങ്ങി. കെ.പി. ദിനേശിനൊപ്പം കൽക്കാജിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടിയെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളിൽ പ്രതികരിച്ചേക്കും. അതേസമയം വഖഫ്, കുംഭമേള അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം ഉയർത്തി. ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച് അമേരിക്ക. ടെക്സാസിൽ നിന്നും 205 ഇന്ത്യക്കാരുമായി അമേരിക്കൻ വ്യോമസേനാ വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും നാട് കടത്തുന്ന ട്രംപിന്റെ പദ്ധതി തുടരുകയാണ്. ഇന്ത്യയിലേക്കുള്ള ആദ്യ വിമാനമാണ് ഇന്ത്യൻ സമയം ഇന്ന് വെളുപ്പിന് 3 മണിക്ക് ടെക്സാസിൽ നിന്നും തിരിച്ചത്. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിഞ്ഞ 205 ഇന്ത്യൻ പൗരന്മാരാണ് വിമാനത്തിൽ. വിമാനത്തിലുള്ള എല്ലാവരും ഇന്ത്യക്കാർ തന്നെയെന്ന് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തി. അമേരിക്കൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഇന്ത്യക്കാരെ അയക്കുന്നത്. ഈ സൈനിക വിമാനത്തിൽ 205 യാത്രക്കാർക്കായി ഒരു ടോയ്ലറ്റ് മാത്രമാണുള്ളത്. ഇന്ന് രാത്രി വിമാനം ഡൽഹിയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രേഖകളില്ലാത്ത ഇന്ത്യക്കാരെ സ്വീകരിക്കുമെന്നതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. നിലവിൽ അമേരിക്ക തയ്യാറാക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ 18,000 ഇന്ത്യക്കാരുണ്ട്. രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന ഇതര രാജ്യക്കാരെ നാടുകടത്താനുള്ള ട്രംപിന്റെ നയം ശക്തമായി നടപ്പാക്കിയാൽ വരും ദിവസങ്ങളിൽ ഇവരെയും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചൈനയുടെ തിരിച്ചടി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ചൈന ഏർപ്പെടുത്തി. കൽക്കരിക്കും പ്രകൃതിവാതകത്തിനും 15% ഇറക്കുമതി ചുങ്കമാണ് ഏർപ്പെടുത്തിയത്. അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിനും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും 10% നികുതിയും ചുമത്തി. ഗൂഗിളിനെതിരെ കുത്തക വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ചതിന് അന്വേഷണവും പ്രഖ്യാപിച്ചു. നേരത്തെ ഡൊണാൾഡ് ട്രംപ് സർക്കാർ വിവിധ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടെന്ന് സൂചന. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന നിലപാടിലാണ് CPM. എന്നാൽ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്ത വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണെന്നാണ് മുന്നണി കൺവീനറുടെ നിലപാട്. ടോൾ ഏർപ്പെടുത്തുന്നത് ഇടത് നയത്തിനെതിരല്ല എന്ന് മന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചു. കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ വരുന്നുവെന്ന വാർത്ത സർക്കാർ കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. പക്ഷേ അന്തിമ തീരുമാനമായിട്ടില്ലെന്നാണ് CPM നിലപാട്. ടോൾ പിരിക്കാനുള്ള നീക്കം കടുത്ത പ്രതിഷേധത്തിന് ഇടവയ്ക്കുമെന്ന് ഭയന്നാണ് പിന്നോട്ടു പോക്കെന്നാണ് സൂചന. ടോളുകളൊക്കെ എങ്ങനെയൊക്കെയാ പിരിക്കാന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സംഭവം. കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലും കേരളത്തിന് അനുകൂലമായ ഒരു സമീപനവും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം GSTയുടെ ഭാഗമായിട്ട് അവർ പിരിച്ചുകൊണ്ടുപോവാണ്. നമുക്കൊന്നും പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് കൂട്ടിയിരിക്കുന്നു വികസനത്തിന്. അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത്
അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു. ബ്രൂവറിക്ക് പിന്നാലെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെയാണ് ടോൾ നീക്കത്തിലേക്ക് സർക്കാർ കടന്നതെന്നാണ് സൂചന. ഘടകകക്ഷികളിൽ പലരും നീക്കം അറിഞ്ഞിട്ടില്ല. എന്നാൽ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്തെന്നും മന്ത്രിസഭയുടെ പരിഗണനയിലെന്നുമാണ് മുന്നണി കൺവീനറുടെ പ്രതികരണം. ക്യാബിനറ്റിൽ ഇപ്പം വന്നു കഴിഞ്ഞിട്ടില്ലല്ലോ, വരട്ടെ, ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. അല്ല, അതില്ലേ, അത് പരിശോധിച്ച LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ഉപരോധം, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. കിഫ്ബി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. ടോൾ പിരിക്കുന്നത് ഇടതു നയത്തിന് എതിരല്ലെന്ന് ധനമന്ത്രിയും വാദിക്കുന്നു. നാട്ടിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തും കൊടുക്കുന്ന സേവനത്തിന് ഒരു ബില്ലും കൊടുക്കരുതെന്നുള്ള സമീപനം ഇടതുപക്ഷത്തിനില്ല. അതെന്തോ തെറ്റിദ്ധാരണ താങ്കൾക്ക് വന്നിട്ടുള്ളതാണ്. ഇടതു നയത്തിൽ ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കാൻ പാടില്ല, കടയിൽ കയറിയാൽ ബില്ല് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ഇടതുപക്ഷ നയമല്ല. ഏറ്റവും പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. പക്ഷെ ഇപ്പോൾ ഇത് സംബന്ധിച്ച് വരുന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല. എന്നാൽ കിഫ്ബി പദ്ധതികളിൽ നിന്നും വരുമാനം കണ്ടെത്താനുള്ള നീക്കം ശക്തമായ പ്രതിഷേധം വരുത്തിവെക്കും. റവന്യൂ ജനറേഷന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ജനങ്ങളുടെ തലയിൽ ടോൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. ആഴ്ചകൾക്ക് മുമ്പ് ചേർന്ന മുന്നണി യോഗത്തിൽ കിഫ്ബി പദ്ധതികളിൽ നിന്നും വരുമാന സാധ്യത കണ്ടെത്തണമെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര സമ്മർദ്ദമുണ്ടെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചിരുന്നു. ഇതാണ് മുന്നണി യോഗത്തിൽ ചർച്ച നടന്നിരുന്നുവെന്ന് TP രാമകൃഷ്ണൻ നിലപാടെടുത്തതെന്നാണ് സൂചന. അതേസമയം ഇക്കാര്യത്തിൽ വിശദമായ മുന്നണി ചർച്ച നടക്കണമെന്ന നിലപാടിലാണ് പല ഘടകകക്ഷികളും. ന്യൂസ് 18 തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൃത്യമായി അത് കൊടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകുകയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ജനക്ഷേമ പദ്ധതികൾ മുന്നിൽ നിർത്തിയാകും സംസ്ഥാന ബജറ്റെന്നും ധനമന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിന് വേണ്ട അവസാനവട്ട ഒരുക്കങ്ങളിൽ തകൃതിയായി മുഴുകിയിരിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ ഇടയിലും ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ കാണിച്ച ഒരു ജാഗ്രതയാണ് സത്യം പറഞ്ഞാൽ രണ്ടാമതൊരു സർക്കാരിന് തിരിച്ചുവരവിന് വരെ വഴിവെച്ചത്. അവിടെ ഈ തുക 1600 നിന്ന് കൂട്ടുന്ന കാര്യം വല്ലതും പരിഗണനയിലുണ്ടോ? ഇപ്പോഴത്തെ ഒന്നാമത്തെ പരിഗണന ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിന് ഉണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായി രണ്ടാം പിണറായി സർക്കാർ നേരിട്ട പ്രശ്നം, നമുക്ക് ഏകദേശം ഒരു 50,000 കോടി രൂപയിലധികം ഒരു വർഷം വെട്ടിക്കുറയ്ക്കപ്പെട്ടു. കണക്കുകൾ ഞാൻ പലപ്പോഴും ആവർത്തിച്ചാണ്, നിയമസഭ പറഞ്ഞാണ്, തർക്കമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ അത്. അത്രയും പണം വെട്ടിക്കുറച്ചത് ഇവരിങ്ങനെ ആദ്യമായിട്ട് കേരളത്തിൽ രണ്ടാമതൊരു ഗവൺമെന്റ് വരുന്നത് തുടർന്ന്. അപ്പൊ ഇത് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായ എതിർപ്പുണ്ട്. അത് പ്രധാനമായും BJP-യുടെയും UDF സാധാരണഗതി പ്രതിപക്ഷം എന്ന നിലയിൽ അവരുടെ എതിർപ്പുണ്ട്. ആ എതിർപ്പിനിടയിൽ BJP ഗവൺമെന്റ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാവരുടെയും പണം വെട്ടിക്കുറയ്ക്കുക ചെയ്ത്, അത് ആർബിട്രറി ആയിട്ടുള്ള നടപടിക്രമം ഉണ്ടെന്നുള്ളത് നിരന്തര വിമർശനം വരികയാണ്. ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല നേരത്തെ. ഈ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മളിപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഒരു വർഷം 12,000 കോടി രൂപ അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ തടഞ്ഞതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് കുറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് നിലനിർത്തിയെന്ന് മാത്രമല്ല, ശമ്പള പരിഷ്കരണം ആ ഗവൺമെന്റിന്റെ സമയത്ത് അനൗൺസ് ചെയ്ത ലാസ്റ്റ് മാസം, ഈ ഗവൺമെന്റിന്റെ ആദ്യ മാസം തൊട്ട് തന്നെ ആ 20,000 കോടി ഒരു വർഷം അധികം വരുന്നത് കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ടി വന്നു. ഇതെല്ലാം കൊടുക്കേണ്ടി വന്നത് കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ അത് അല്പം കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട് സ്ഥിതി. അതുകൊണ്ട് ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം മറ്റു കാര്യങ്ങൾ. അങ്ങനെ 2.5 ലക്ഷം കോടിയിലധികമായിരുന്നു കഴിഞ്ഞ CAG റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന നമ്മുടെ പൊതുകടം. അതിൽ തന്നെ 2018-ഉം 2023-നും ഇടയിൽ ഏതാണ്ട് 98,271 കോടി രൂപ പൊതുകടം വർദ്ധിച്ചെന്നാണ് പറയുന്നത്. ആ ഒരു പശ്ചാത്തലം ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ പേരിലുണ്ടായ ചെലവാണോ, അതിനപ്പുറത്തേക്ക് മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കേണ്ടി വന്നത് മൂലമുണ്ടായ ഒരു ബാധ്യതയാണ്? കടത്തിന്റെ കാര്യത്തിനകത്ത് വർധനയുണ്ടെന്ന് പറഞ്ഞത് ശരിയല്ല. ഞങ്ങള് ചുമതല ഏറ്റെടുക്കുമ്പോൾ 38% വരെ ഉണ്ടായിരുന്നു. കോവിഡ് കാരണമാണ് വലിയ പ്രതിസന്ധി സമയത്ത് കടം കൂടുതൽ എടുക്കേണ്ടി വന്നു. 38% നമ്മുടെ GSDP-യുടെ സംസ്ഥാന വരുമാനത്തിന്റെ 38% കടമുണ്ടായിരുന്നു. അതിപ്പോ 34 താഴെയായിട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ 34 കുറഞ്ഞു. അപ്പോൾ 4% കുറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കൂട്ടിയ ഇപ്പോഴത്തെ 12,000-13,000 കോടി ഉണ്ടെങ്കിൽ 13, 26, 52,000 കോടിയും കൂടി ഉണ്ടായിരുന്നത് ഈ സമയത്ത് കുറച്ചു. അവസാനം ഒരു ചോദ്യം, അൺഒഫീഷ്യലായ ഒരു കാര്യം. താങ്കൾ ഈ രണ്ടാം പിണറായി സർക്കാരിൽ ധനകാര്യമന്ത്രിയാകുന്നു. ഈ ബജറ്റ് തയ്യാറാക്കുന്നതിനിടയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധി എല്ലാ വർഷവും ഉണ്ടാകുന്നു. താങ്കൾക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കിയത് ഈ ഏത് തവണ ബജറ്റ് തയ്യാറാക്കുമ്പോഴാണ്? അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം
എല്ലാ സമയത്തും ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. ബജറ്റ് ഉണ്ടാവുമ്പോഴല്ല, അതിനിടയ്ക്ക് സമ്മർദ്ദം ഉണ്ടാവും. അതുകൊണ്ട് ഏത് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴും ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടായെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഉണ്ടാവുന്ന സമ്മർദ്ദമായിരിക്കും ചിലപ്പോൾ ഏറ്റവും പ്രധാനം. ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതത്ര പ്രശ്നമില്ലായിരുന്നല്ലോ, നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഏത് കാര്യം വരുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് നമുക്ക് സമ്മർദ്ദം ഉണ്ടാക്കും. അത് സമ്മർദ്ദം ഉണ്ടാകാതെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. സമ്മർദ്ദം നമ്മളെ ബാധിക്കരുത്, തീരുമാനത്തെ ബാധിക്കരുതെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഈ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് എങ്ങനെ നേരിടും എന്നുള്ളൊരു സംഘർഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ ആശംസകളും ഒരു ജനകീയ ബജറ്റിനായി ഞങ്ങളും കാത്തിരിക്കുന്നു. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സഹായമില്ലെങ്കിൽ ആദ്യം സമരത്തിനിറങ്ങുക താനായിരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പുനരധിവാസത്തിനായി സംസ്ഥാനം ഒരു രൂപ പോലും ചെലവിട്ടിട്ടില്ല. പണമില്ലെങ്കിൽ കേരള സർക്കാർ രാജിവെച്ചു പോകണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇതൊരു തെറ്റായ പ്രചാരവേലയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാനുള്ള ആസൂത്രിതമായ രാഷ്ട്രീയ പ്രചരണമാണ്. കേന്ദ്ര അവഗണനയല്ല സംസ്ഥാനത്തെ സാമ്പത്തിക ദുസ്ഥിതിക്ക് കാരണം. കേരള സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റാണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ LDF തയ്യാറാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തത് VD സതീശനും സംഘവും എന്തിനാണ് ഈ പ്രചാരവേല ഏറ്റുപിടിക്കുന്നതെന്നാണ്. വയനാടിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. വയനാടിന്റെ കാര്യത്തിൽ LDFും UDFും വ്യാപകമായി പ്രചരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തങ്ങളിലൊന്നായിട്ട് ഈ ദുരന്തത്തെ മാറ്റിയതിനു ശേഷവും ഈ പ്രചാരണം തുടരുകയാണ്. കേരളം പിന്നോക്ക സംസ്ഥാനമായി പ്രഖ്യാപിച്ചാൽ പണം തരാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. ജോർജ് കുര്യന് കേരളത്തിലെ BJPയുടെ വിരോധമുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് റിയാസ് പറഞ്ഞു. കേരളത്തിൽ BJPയുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടാണ്. അത് കൂടുതൽ വേഗത്തിലാക്കാനാണ് ജോർജ് കുര്യന്റെ ശ്രമമെന്നും റിയാസ് പരിഹസിച്ചു. കേരളം പിന്നോക്കമാണെന്ന് സമ്മതിച്ചാൽ എന്തെങ്കിലും തരാം എന്നാണല്ലോ പറഞ്ഞത്. കേരളം പിന്നോക്കല്ല മുന്നോക്കാണെന്ന് അവർ സൂചിപ്പിക്കാൻ കാരണം കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന്റെ മികവാണ്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത മികവുണ്ട്. അതിപ്പോ ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, BJPക്കും പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താ? സംസ്ഥാന സർക്കാർ കൂടുതൽ ഫണ്ട് പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്താൻ ചെലവഴിക്കുന്നു. ഇന്ത്യയിൽ ഏത് സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാലും ഒരു സംസ്ഥാന സർക്കാരും ചെയ്യാത്ത നിലയിൽ വലിയ വിഹിതം ഇതിനുവേണ്ടി കേരളത്തിലെ LDF സർക്കാർ മാറ്റിവെക്കും. മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ പ്രതിഷേധവുമായി BJP. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ലഭിക്കാതെയും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെയും രോഗികൾ വലയുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കുന്ന KSTA സംസ്ഥാന സമ്മേളനത്തിൽ പൂർവ്വ അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തിയപ്പോഴായിരുന്നു BJP നേതാക്കൾ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചത്. സ്വർണ്ണവില റെക്കോർഡിൽ. പവന്റെ വില ചരിത്രത്തിൽ ആദ്യമായി 62,000 രൂപ കടന്നു. ഒരു പവൻ സ്വർണത്തിന് ഇന്ന് വർദ്ധിച്ചത് 840 രൂപയാണ്. ഇതോടെ ഒരു പവന് 62,480 രൂപയാണ് ഇന്നത്തെ വില. വില ഉയർന്നതോടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ 70,000-ഓളം രൂപ നൽകണം. ട്രംപിന്റെ നികുതി നയങ്ങളാണ് സ്വർണ്ണവില വർധനവിലും പ്രതിഫലിക്കുന്നത്. സംസ്ഥാനത്ത് KSRTC ജീവനക്കാരുടെ സമരം തുടരുന്നു. TDFന്റെ നേതൃത്വത്തിലാണ് സമരം. അതേസമയം താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് സർവീസ് നടത്താനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ വിവിധയിടങ്ങളിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. നെടുമങ്ങാട് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രി മുതൽ TDFന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ KSRTCയുടെ ജീവനക്കാരുടെ പണിമുടക്കാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. TDF അവകാശപ്പെടുന്നത് ഏതാണ്ട് 70% ജീവനക്കാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് തമ്പാനൂരിലെ കിഴക്കേക്കോട്ടയിലുള്ള KSRTCയുടെ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ പക്ഷേ സർവീസുകൾ സാധാരണയായി തന്നെ നടക്കുന്നുണ്ട്. അതായത് താൽക്കാലിക ജീവനക്കാരെ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സർവീസുകൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ഈ സർവീസുകൾ നടത്താൻ, ഈ സമരം തുടങ്ങിയതിനു ശേഷം സർവീസ് നടത്താനുള്ള നീക്കത്തിനെതിരെയാണ് ഇന്നലെ രാത്രി വൈകി പാപ്പനമോട്, അതോടൊപ്പം ഇന്ന് രാവിലെ പാലോട്,
അതിനു പുറമെ നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായത്. നെടുമങ്ങാടും പാലോടും പ്രതിഷേധവുമായി രംഗത്തെത്തിയ TDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട്, കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് സ്വിഫ്റ്റ് ബസ്സുകളടക്കം സർവീസ് നടത്താനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധക്കാരെ പോലീസിന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും 4 ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്, സമരം തുടരുന്നത്. അതിൽ തന്നെ എല്ലാ 5-ാം തീയതിക്ക് മുമ്പായിട്ട് കൃത്യമായി KSRTCയുടെ ശമ്പളം നൽകുമെന്നായിരുന്നു നേരത്തെ ഗതാഗത മന്ത്രി അടക്കം നൽകിയ ഉറപ്പ്. പക്ഷേ അത് പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് ആക്ഷേപം. അതോടൊപ്പം DA കുടിശ്ശിക കൃത്യമായി നൽകുക, ദേശസാൽകൃത റൂട്ടുകളിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ഈ ആവശ്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ KSRTC ജീവനക്കാരുടെ സമരം ഈ TDFന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ സമരം പ്രഖ്യാപിച്ചത് TDF ആണെങ്കിലും അതിന് പിന്തുണയുമായി മറ്റ് യൂണിയനുകളിലെ ഒരു വിഭാഗം ജീവനക്കാർ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നാണ് TDFന്റെ അവകാശവാദം. അതുകൊണ്ടാണ് ഇത്രയധികം സ്ഥിരം ജീവനക്കാർ ഈ ജോലിയിൽ നിന്ന് ഇന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുള്ളത്. ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ അത് വകവയ്ക്കാതെയാണ് ഈ സമരം മുമ്പോട്ട് പോകുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് താൽക്കാലിക ജീവനക്കാരെ കൂടുതലായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സർവീസുകൾക്ക് കോട്ടം തട്ടാതെ സർവീസുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തത്. ഈ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ TDF ആഹ്വാനം ചെയ്ത KSRTC ജീവനക്കാരുടെ സമരം പുരോഗമിക്കുന്നത്. KSRTC പണിമുടക്കിനിടെ ബസ്സുകളിൽ കേടുപാടുകൾ വരുത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി KB ഗണേഷ് കുമാർ. പ്രതിപക്ഷ സംഘടനയായ TDFന്റെ പ്രവർത്തകരാണ് കൊട്ടാരക്കര ഡിപ്പോയിലെ 10 KSRTC ബസ്സുകളുടെ വയറിംഗ് കിറ്റ് അടക്കം നശിപ്പിച്ചത്. ഇതോടെ സർവീസുകൾ മുടങ്ങി. വയറിംഗ് കിറ്റ്, സ്റ്റാർട്ടർ, കേബിളുകൾ, ഹെഡ്ലൈറ്റ് അടക്കം നശിപ്പിച്ചു. അതേസമയം കേടുപാടുകൾ പറ്റിയ 6 വാഹനങ്ങളുടെ തകരാർ പരിഹരിച്ച് സർവീസ് ആരംഭിച്ചു. AI പുകഴ്ത്തൽ പ്രസ്താവന തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI സംവിധാനം മുഴുവൻ കുത്തക മുതലാളികളുടെ കയ്യിലാണ്. AI സംവിധാനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടും. ഇത് ചൂഷണത്തിന് വഴിവെക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ AI സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക? നമ്മുടെ നാട്ടിലെ കർഷകരുടെ കയ്യില, കൃഷിക്കാരുടെ കയ്യില, കടത്തലക്കാരുടെ കയ്യില, ആരുടെ കയ്യിലാണ് വരിക? എല്ലാം വരുന്നത് ഈ ഉൽപാദനോപാധികളും സ്വകാര്യ ഉടമകളുടെ മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തിന്റെ ഭാഗമായിട്ട് 60% തൊഴിലില്ലായ്മയും മനുഷ്യരുടെ തൊഴിൽ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിന്റെ സ്ഥിതി? അത് ഞാൻ സംശയം തേടുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർക്സ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഒന്നുകൂടി കേൾക്കും. അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പരിഹസിക്കുന്ന BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രതിഷേധം കടുക്കുന്നു. സനാതന ധർമ്മത്തെ എതിർത്തതുകൊണ്ടാണ് കോടിയേരി ഇപ്പോൾ ഇല്ലാത്തതെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ. ആരുടേതായാലും രോഗാവസ്ഥയെ നോക്കി അധിക്ഷേപിക്കാതിരിക്കുക ഇത് ഒരു സാമാന്യ മര്യാദയാണ്. അർബുദം ബാധിച്ചു മരിച്ച CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ രോഗത്തിനും മരണത്തിനും കാരണം വിശദീകരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോ കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സനാതന മൂല്യത്തെ വെല്ലുവിളിച്ചു. ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം. എത്ര വേദനയാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത്. 79 വയസ്സുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിയെ നടക്കുന്നതിനും ശോഭ കാരണം കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി രാജ്യത്തൊരു മീറ്റിങ്ങിന് വന്ന് നടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചിരിക്കുകയാണ്. അവർ ഉള്ളിൽ ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായി? കോടിയേരിയുടെയും പിണറായിയുടെയും രോഗത്തോടും ആരോഗ്യനിലയോടുമുള്ള ശോഭാ സുരേന്ദ്രന്റെ പരിഹാസത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. സനാതനധർമ്മത്തെ അനുകൂലിക്കുന്നവർക്കാർക്കും അർബുദം വന്നിട്ടുണ്ടാവില്ല അല്ലേ എന്നും ചോദിക്കുന്നു ചിലർ. രോഗം ചൂണ്ടിക്കാട്ടി എതിരാളികളെ പരിഹസിച്ചത് മോശമായി പോയെന്ന അഭിപ്രായമാണ് BJPയിലെ പല നേതാക്കൾക്കുമുള്ളത്. CPMലെ 2 പ്രധാന നേതാക്കൾക്കെതിരായ പരിഹാസത്തിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ:
കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് അതുല്യമായ രീതിയിലുള്ള സംഭാവനയാണ്. അത്തരത്തിലുള്ള ഒരാളെ മഹാത്മാഗാന്ധിയെ അതിജീവിക്കുന്ന RSSന്റെ BJPയുടെ നിലപാടിനോട് ഒപ്പം നിന്ന് പോകുന്ന RSSകാരെ പറ്റി വേറെ എന്താ പറയാനുള്ളത്? അതിനൊന്നും യാതൊരു കാര്യമില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായി ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം തേടി. VS ജോയ്, ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങിയ പേരുകൾക്ക് പുറമെ വനിതാ മുഖവും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിലവിൽ ഉമാ തോമസ് മാത്രമാണ് കോൺഗ്രസ് പ്രതിനിധിയായി നിയമസഭയിലുള്ള ഏക വനിത. ഇടത് സർക്കാരിനെതിരെ നേർക്കുനേർ പോരാട്ടം നടത്തി PV അൻവർ MLA സ്ഥാനം രാജിവെച്ച തട്ടകത്തിലാണ് ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമായ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുന്നത്. മണ്ഡലം നിലനിർത്തേണ്ടത് LDFനും തിരിച്ചു പിടിക്കേണ്ടത് UDFനും ഒരേപോലെ അനിവാര്യം. രാജിപ്രഖ്യാപനം നടത്തുന്നതിനിടയിൽ തന്നെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് PV അൻവർ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ അനുകൂലിക്കുന്ന വിഭാഗം ഈ നീക്കത്തിനെതിരെ ഉടൻ രംഗത്ത് വന്നു. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ജില്ലയിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനും VS ജോയി DCC അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം അൻവറിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിന് വിരുദ്ധമായി സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ തിരിച്ചടിയുണ്ടാകുമോ എന്ന സന്ദേഹവും നേതൃത്വത്തിനുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ മുഖവും ഇടം പിടിച്ചിരിക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീലയുടെ പേരിനാണ് മുൻതൂക്കം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ജമീലയെ പരിഗണിക്കുന്നതിലൂടെ വനിതാ പ്രാതിനിധ്യവും മുസ്ലിം പ്രാതിനിധ്യവും ഒരേപോലെ ഉറപ്പാക്കാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്താനാണ് നേതൃത്വത്തിന്റെ നീക്കം. കൊമ്പ് കോർത്തു നിൽക്കുന്ന VS ജോയി അനുകൂലികളെയും ആര്യാടൻ ഷൗക്കത്ത് അനുകൂലികളെയും ഒരേപോലെ സമവായത്തിലെത്തിക്കാൻ പുതുമുഖ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞാൽ ആ പേരിന് തന്നെയാവും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുഖ്യ പരിഗണനയും. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ലൈംഗിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ മുകേഷ് MLAക്ക് CPMന്റെ അപ്രഖ്യാപിത വിലക്ക്. പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതിരിക്കാനാണ് കൊല്ലം ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. ഇതിനിടെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കോടതി മടക്കി. കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു CPM സംസ്ഥാന നേതൃത്വം മുകേഷിന്റെ കാര്യത്തിലെടുത്ത നിലപാട്. കുറ്റപത്രം നൽകിയപ്പോഴും നിലപാടിൽ മാറ്റമുണ്ടായില്ല. എന്നാൽ ജില്ലാ നേതൃത്വം മറ്റൊരു തരത്തിലാണ് ഇതിനെ കാണുന്നത്. മുകേഷിനെ പാർട്ടി വേദികളിൽ ഉയർത്തിക്കാട്ടുന്നത് കൊല്ലത്ത് ദോഷം ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിലും CPMന്റെ സാധ്യതകളെ ഇത് ബാധിക്കും. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കുറ്റപത്രത്തിൽ മുകേഷിനെതിരെ ഉള്ളത്. അതിനാൽ പാർട്ടി വേദികളിൽ നിന്നും MLAയെ മാറ്റി നിർത്തണം. പാർട്ടിയുടെ പ്രചരണ മാധ്യമങ്ങളിലും മുകേഷിനെ ഉൾപ്പെടുത്തരുത്. സംസ്ഥാന നേതൃത്വത്തോട് ഇക്കാര്യം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. MLA എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടികളിൽ മുകേഷ് പങ്കെടുക്കുന്നതിന് പാർട്ടി വിലക്കില്ല. കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ വിജയിക്കാനാകില്ലെന്ന തിരിച്ചറിവിലാണ് മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന നിലപാട് CPM നേരത്തെ സ്വീകരിച്ചത്. എന്നാൽ പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യത്തോട് അനുകൂല നിലപാടെടുക്കാനാണ് സാധ്യത. ഇതിനിടെ ലൈംഗിക ആക്രമണ കേസിൽ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം കോടതി മടക്കി. തീയതി തെറ്റായി രേഖപ്പെടുത്തിയെന്ന കാരണത്തിലാണ് കോടതി നടപടി. പിഴവ് തിരുത്തി കുറ്റപത്രം വീണ്ടും സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ് ഇടവേളയ്ക്ക് ശേഷം ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ കാണാം. നമസ്കാരം.